നമസ്കാരം. മെസ്സി വരും ഠോ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, പറഞ്ഞതാണ്, വന്നിരിക്കും. യെസ്, മെസ്സി ഇന്ത്യയിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞതാ. അതെ, മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. 13-ാം തീയതി നാളെ ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് എത്തുന്നു. നാളെ പിന്നെ 14-ാം തീയതി 15-ാം തീയതിയൊക്കെ അദ്ദേഹം ഇവിടെ ഉണ്ടാവും. ലയണൽ മെസ്സിയുടെ ഗോ ടൂർ ഓഫ് ഇന്ത്യ ഇതാ നാളെ മുതൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ. 2011 ശേഷം ആദ്യമായിട്ടാണ് മെസ്സി ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ വലിയ ആവേശത്തിലാണ് ഫുട്ബോൾ പ്രേമികളുള്ളത്. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് ആയിട്ടുള്ള ലൂയിസ് സുവാരസും റോദ്രിഗോ ഡി പോളും കൂടെ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും എങ്ങനെയൊക്കെയാണ് ഗോ ടൂറിൻ്റെ ഷെഡ്യൂൾ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഡിസംബർ 13, അതായത് നാളെ പുലർച്ചെ 1:30 കൊൽക്കത്തയിൽ അദ്ദേഹം എത്തും എന്നാണ് ഷെഡ്യൂളിലുള്ളത്. നാളെ 1:30 AM 9:30 AM മുതൽ അദ്ദേഹം പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു തുടങ്ങും. 9:30 AM മുതൽ 10:30 AM വരെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് പ്രോഗ്രാമാണ്. 10:30 മുതൽ 11:15 വരെ വെർച്വൽ ഇനാഗുറേഷൻ ഓഫ് മെസ്സി സ്റ്റാച്യു. കൊൽക്കത്തയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ഇനാഗുറേറ്റ് ചെയ്യും, അൺവീൽ ചെയ്യും. 70 അടി ഉയരത്തിലുള്ള വലിയ പ്രതിമയാണ് അൺവീൽ ചെയ്യാൻ പോകുന്നത്. അത് വെർച്വൽ പ്രോഗ്രാം ആയിരിക്കും എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏതായാലും 10:30 മുതൽ 11:15 വരെ അതാണ് കൊൽക്കത്തയിലെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളത്. പിന്നെ കൊൽക്കത്തയിൽ 11:15 മുതൽ 11:25 വരെയുള്ള ആ ഒരു സമയത്തിനിടക്ക് യുവഭാരതി ലയണൽ മെസ്സി എത്തും, യുവഭാരതിയിലെത്തും. ദെൻ ഷാരൂഖ് ഖാനും 11:30 ആകുമ്പോഴേക്കും യുവഭാരതിയിലേക്ക് എത്തും. 12 PM ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയും സൗരവ് ഗാംഗുലിയും സ്റ്റേഡിയത്തിലേക്ക് എത്തും. 12 മണി മുതൽ 12:30 PM വരെ ഫ്രണ്ട്ലി മാച്ച്, ഫെലിസിറ്റേഷൻ ആൻഡ് ഇൻ്ററാക്ഷൻ. ഇതാണ് പ്രോഗ്രാം. അത് കഴിഞ്ഞ് 2 മണിയോടുകൂടി അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോകും. നാളെ 2 മണിയോടുകൂടി, ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോകും. 7 മണിക്ക് ഒരു 7 മാച്ച് പോലെ 7 vs 7 മാച്ച് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ, ഉപ്പല്ല സ്റ്റേഡിയത്തിൽ ലയണൽ മെസ്സി കളിക്കും. അതിൽ തെലങ്കാന ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡിയും പങ്കെടുക്കും എന്നാണ് റിപ്പോർട്ട്. ദെൻ അതിനുശേഷം ഒരു മ്യൂസിക്കൽ കൺസേർട്ട് ഉണ്ടായിരിക്കുന്നതാണ് 7 മണിക്ക്. ദെൻ ഡിസംബർ 14 തൊട്ടടുത്ത ദിവസം, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 3:30 PM അദ്ദേഹം മുംബൈയിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കും. അതായത് പാഡിൽ കപ്പ് നടക്കും. അതായത് ക്രിക്കറ്റ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ പാഡിൽ കപ്പിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ശേഷം 4 മണിക്ക് ഒരു സെലിബ്രിറ്റി ഫുട്ബോൾ മാച്ച് ഉണ്ട്. 5 മണിക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിലെ ഇവൻ്റാണ്. അതിൽ ചാരിറ്റി ഫാഷൻ ഷോ ഉണ്ട്. ലിയോ മെസ്സിയും റോദ്രിഗോ ഡി പോളും സുവാരസും ഒക്കെ അതിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. പിന്നെ തൊട്ടടുത്ത ദിവസം ഡിസംബർ 15 അദ്ദേഹം ഡൽഹിയിലായിരിക്കും. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയെ കാണും. അത് കഴിഞ്ഞ് 1:30 PM കോട്ട്ല സ്റ്റേഡിയത്തിൽ ഇവൻ്റ് ഉണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ഫെലിസിറ്റേഷൻ ഓഫ് മിനർവ അക്കാഡമി പ്ലേയേഴ്സ് എന്ന കാര്യം കൂടി ഷെഡ്യൂളിൽ പറയുന്നു. ഏതായാലും ഇതാണ് ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് എത്തുന്ന പ്രോഗ്രാമുകളുടെ ഷെഡ്യൂൾ. ഏതായാലും ഇനി നമുക്ക് ഉറപ്പിച്ച് പറയാം, പറഞ്ഞതാണ്, മെസ്സി വരും ഠോ.